അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി കലത്തപ്പാണ് ഉണ്ടാക്കുന്നത്. നല്ല മഴയും കാറ്റും തണുപ്പൊക്കെ ആയപ്പോൾ വൈകുന്നേരം ചായക്ക് ഇന്നൊരു കലത്തപ്പം ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ച്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ. സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഞാനൊരു പാത്രത്തേക്ക് ഇട്ടിട്ടേ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം അതൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അത് 1 മണിക്കൂർ നേരം ഞാൻ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാനതൊന്ന് എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആ പച്ചരി ഞാൻ ഫുള്ളും അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം. അതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂണ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 ഏലക്കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ 1 ഗ്ലാസ് പച്ചവെള്ളമാണ് എടുത്തിരുന്നത്. അത് ഫുള്ളും ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായി അരച്ചെടുത്തിക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ശർക്കര എടുത്തിക്കണം കേട്ടോ. അതൊരു 3.5 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ശർക്കരപ്പാനി ആക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കി എടുത്തിക്കണം. ഇനി അതൊന്ന് അരിച്ചിട്ട് നമ്മൾ ഈ പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പകുതി ഒന്ന് ഒഴിച്ചതിന് ശേഷം വേഗം സ്പൂൺ വെച്ചിട്ട് കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാവൊന്ന് കുറച്ചൊന്ന് വെന്ത് പോകും. ആ ചൂടോടെ തന്നെയാണ് ആ ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. ശർക്കരൻ്റെ ഇതിൽ നമ്മൾ അരക്കാനും അല്ല ഇതിനും പാടി ആക്കിയിട്ട് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പച്ചരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് മൊത്തമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അപ്പസോഡ കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും പാടിക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഈ വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ദോശമാവിനേക്കാളും കുറച്ചൊരു കട്ടി ഉണ്ടായാൽ മതി കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കണതേ കുക്കറിൽ ആണ് കേട്ടോ. അപ്പോൾ കുക്കറൊന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഓയിലിലും നെയ്യിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇതുപോലെ വെളിച്ചെണ്ണയാണ് കലത്തപ്പത്തിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഒന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിരിക്കണം കേട്ടോ. തീ പറ്റൊന്ന് കുറവാക്കിയതിന് ശേഷം അതിൽ നിന്ന് ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഈ മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അതിലത്തെ ഉള്ളി മാത്രം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ പാത്രത്തിൽ ആ വെളിച്ചെണ്ണ അതിലേക്ക് ഞാൻ തേങ്ങ കൊത്തി അരിഞ്ഞതൊന്നിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തും ഒന്ന് മൂത്ത് വന്നിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഉള്ളി ഇതൊക്കെ വെച്ചാൽ മാവുണ്ടല്ലോ ആ മാവ് ഇനി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ കുക്കറിലേക്ക് ഒന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം. തീ പറ്റ കുറവാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇത് അടച്ച് വെച്ചിട്ടേ ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കട്ടോ. വേവ് ഏകദേശം ആകുമ്പോൾ ആ വിസിലിൽ ഉരി വെച്ചതുണ്ടല്ലോ അതിൽ കൂടെ നല്ല ആവി വരും. അപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഈർക്കലി വെച്ചിട്ടൊന്ന് കുത്തിയതിന് ശേഷം വേവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം ഇത് എടുക്കാൻ കേട്ടോ. വേവ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാനിതൊന്നേ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരുഭാഗമൊക്കെ കളറ് മാറി ഞാനപ്പോൾ നീർക്കടയിട്ട് ഒന്ന് കുത്തി നോക്കിയതാണ്. അപ്പോൾ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ കുക്കറിൻ്റെ മൂടി ഇതിമേ തന്നെ വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ നമ്മൾ തുറന്ന് എടുക്കരുത്. ഇനി തീയൊന്നാണ്ട് ഓഫ് ആക്കട്ടോ. ഇതിന് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയത് കേട്ടോ. അരിയൊക്കെ നന്നായി വിട്ട് വന്നിട്ട് ആ ചൂട് കൊടുക്കാൻ തന്നെ ഒരിക്കലും നമ്മൾ ഈ കുക്കറിൽ നിന്ന് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട കൈയായിട്ട് നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോൾ തന്നെ വേഗം വിട്ട് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ മൂടി ഇതിമേ തന്നെ വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് ഇതിമേ തന്നെ വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി അടിപൊളിയായി വന്നിക്കണം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായി കിട്ടിയിരിക്കുന്നു. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.